നമസ്കാരം. ഇറ്റലിയിലെ മിലാനിൽ കഴിഞ്ഞ 2025 ഇന്റർനാഷണൽ മോട്ടോർസൈക്കിൾ ആൻഡ് ആക്സസറീസ് എക്സിബിഷനിൽ ഹീറോ മോട്ടോകോർപ്പ് അവരുടെ ഏറ്റവും പുതിയ വിഡ നോവസ് കോൺസെപ്റ്റ് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് 1, നെക്സ്റ്റ് 2, നെക്സ്റ്റ് 3 എന്നീ 3 മോഡലുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് നമ്മുടെ വളരെ ചെറിയ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള, അതായത് നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലുള്ള പോർട്ടബിൾ ഇലക്ട്രിക് വാഹനമാണ്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വലിയ മാളുകളിലൊക്കെ കുറച്ചു നേരത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു രീതി. അതിനുശേഷം ആ വാഹനം നമുക്ക് മടക്കി ഒരു ബാഗ് പോലെ, അതായത് ഒരു ബാക്ക് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം. നെക്സ്റ്റ് 2 എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് ആയിട്ടുള്ള സെൽഫ് ബാലൻസിംഗ് ഇലക്ട്രിക് ട്രൈക്കാണ്. തിരക്കുള്ള സിറ്റികളിൽ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വണ്ടി ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് 3 എന്ന് പറയുന്നത് എല്ലാ കാലാവസ്ഥയിലും ഒരു സിറ്റിയിൽ വളരെ കംഫർട്ടബിൾ ആയി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു നാനോ ഇലക്ട്രിക് കാറാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഹീറോ വിഡ നെക്സ്റ്റ് 2 എന്ന ഇലക്ട്രിക് ട്രൈക്കിനെ കുറിച്ചാണ് കേട്ടോ. നമുക്കറിയാം, ഇത്തരത്തിൽ 3 ചക്രങ്ങളുള്ള വാഹനങ്ങളെ ട്രൈക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഒരു ബ്രാൻഡഡ് കമ്പനി പോലും ഇന്ത്യയിൽ ഇതുവരെ ഒരു ട്രൈക്ക് ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ മറ്റ് പല രാജ്യങ്ങളിലും നമുക്ക് ബ്രാൻഡഡ് ട്രൈക്കുകൾ കാണാൻ സാധിക്കും. ഈ ഹീറോ വിഡ നെക്സ്റ്റ് 2 ഒരു സെൽഫ് ബാലൻസിംഗ് ട്രൈക്കാണെന്ന് കമ്പനി അവകാശപ്പെടുമ്പോഴും നമുക്കറിയാം, ഇരുചക്ര വാഹനങ്ങളിൽ പല കമ്പനികളും ഒരുപാട് ശ്രമിച്ചിട്ടും ഇതുവരെയും 100% സെൽഫ് ബാലൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പല കമ്പനികളും സെൽഫ് ബാലൻസിംഗ് ഇരുചക്ര വാഹനങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രാക്ടിക്കലി റോഡിൽ ഇറക്കി ഓടിക്കാൻ സാധിക്കുന്നവയല്ല. ഓരോ ഷോകളിലും ഡിസ്പ്ലേ ചെയ്ത് നമ്മളെ ഓടിക്കുന്നതായി കാണിക്കാൻ മാത്രമേ അതുകൊണ്ട് സാധിക്കുകയുള്ളൂ. കാരണം വളയ്ക്കുന്ന സമയത്തൊക്കെ അത് പ്രശ്നമാണ്. പക്ഷെ ഒരു വാഹനത്തിന് 3 ചക്രം ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു വാഹനത്തിന് സെൽഫ് ബാലൻസിംഗ് നൽകാൻ കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ചിലരെങ്കിലും ഇപ്പം ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, അതായത് 3 ചക്രമുള്ള വാഹനത്തിന് എന്തിനാണ് സെൽഫ് ബാലൻസിംഗ് എന്ന്? ഈ ഓട്ടോറിക്ഷ പോലെയൊക്കെ മറിയാതെ ഓടിക്കാൻ സാധിക്കുമല്ലോ എന്ന്. പക്ഷെ ഈ ഒരു ട്രൈക്കിലെ മുന്നിലെ 2 ചക്രങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഈ 2 ചക്രങ്ങൾ തമ്മിലുള്ള വിഡ്ത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചത്ര സ്റ്റെബിലിറ്റി ഇതിന് ലഭിക്കില്ല. നമുക്കറിയാം, ഓട്ടോറിക്ഷയുടെ പിന്നിലെ 2 ചക്രങ്ങൾ തമ്മിൽ വിഡ്ത്ത് കൂടുതലുണ്ട്. എന്നിട്ടും ഈ ഓട്ടോറിക്ഷകൾ പെട്ടെന്ന് വളയ്ക്കുന്ന സമയത്ത് മറിഞ്ഞതായിട്ട് നമ്മൾ പല വാർത്തകളിലും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇറക്കമുള്ള വളവുകളിൽ. എന്തായാലും ഹീറോ മോട്ടോകോർപ്പിന്റെ സെൽഫ് ബാലൻസിംഗ് വിഡ നെക്സ്റ്റ് 2 ഇലക്ട്രിക് ട്രൈക്ക് ഇറങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ വാഹനം വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ കാലിന് അസുഖമുള്ളവർക്ക്, ഇരുചക്ര വാഹനങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ബാലൻസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക്, വയസ്സ് കൂടുതലായിട്ട് വണ്ടി ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും, അതുപോലെ തന്നെ തുടക്കക്കാർക്കും, പിന്നെ ഈ സിറ്റി ട്രാഫിക്കിൽ കാല് നിലത്ത് ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതേപോലെ ഹൈറ്റ് കുറഞ്ഞവർക്ക് കാലെത്താത്തൊരു പ്രശ്നം ഈ വണ്ടിയിൽ വരുന്നില്ല. അതേപോലെ കല്ല് തട്ടിയും കുഴിയിൽ ചാടിയും ഹമ്പിലിടിച്ചും വണ്ടി മറഞ്ഞു പോകുമോ എന്ന പേടിയും നമുക്ക് വേണ്ട ഒരു പരിധി വരെ. അങ്ങനെ ഒരുപാട് പരിഹാരമാണ് ഈ വണ്ടി കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത്. ഈ വണ്ടിയുടെ മുന്നിൽ 2 ടയറുകൾ ആയതുകൊണ്ട് തന്നെ വളയ്ക്കുന്ന സമയത്ത് മുന്നിലെ സസ്പെൻഷൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പലർക്കും സംശയമുണ്ടാവും. ലീനിങ് ഫ്രണ്ട് സസ്പെൻഷൻ ആണ്. വളയ്ക്കുന്ന സമയത്ത് സാധാരണ 2 വീലറുകൾ പോലെ തന്നെ സൈഡിലേക്ക് ചെരിയും. അതുകൊണ്ട് തന്നെ റൈഡിംഗ് വളരെ സ്മൂത്തും കംഫർട്ടും ആയിരിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. PMS മിഡ് ബെൽ ഡ്രൈവ് മോട്ടോറാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വലിയൊരു ബാറ്ററി പാക്ക് ഈ ഒരു വണ്ടിയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്ന് ഇതിന്റെ ഡിസൈനിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തവുമാണ്. മുന്നിലും പിന്നിലുമെല്ലാം എല്ലാ വീലുകൾക്കും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുന്നിൽ ഡമ്മി പെട്രോൾ ടാങ്കുകളുടെ സ്ഥാനത്ത് വലിയൊരു സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. കൂടുതൽ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഒന്നും കമ്പനി പുറത്തുവിട്ടിട്ടില്ല. ഹീറോ മോട്ടോകോർപ്പിന്റെ നോവസ് കോൺസെപ്റ്റ് ഡിസൈനിന്റെ പാറ്റന്റ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രൊഡക്ഷൻ മോഡലിലേക്ക് എത്തണമെങ്കിൽ ഇനിയും നമ്മൾ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഈ വണ്ടി ഇന്ത്യയിൽ ഇറങ്ങുകയാണെങ്കിൽ ഇതായിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ ഇലക്ട്രിക് ട്രൈക്ക്, ഹീറോ വിഡ നെക്സ്റ്റ് 2. പക്ഷെ ഇതിന്റെ മുന്നിലെ ലീനിങ് സസ്പെൻഷൻ ടെക്നോളജിയും സെൽഫ് ബാലൻസിംഗ് ടെക്നോളജിയും എല്ലാം കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ വില വളരെ കൂടുതലായിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ലഭ്യമായിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ വണ്ടി ഇന്ത്യയിൽ എന്ന് ലോഞ്ച് ചെയ്യും എന്നുള്ള കാര്യം കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അടുത്ത ഡൽഹി ഓട്ടോ എക്സ്പോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.